ഹായ് ഹലോ നമസ്കാരം. മല്ലുമലയുടെ കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നാടൻ രീതിയിലൊരു മത്തി വറുത്ത് ഉണ്ടാക്കാൻ പോവാണ്. ഷാപ്പിലും തട്ടുകടയിലൊക്കെ ഉണ്ടാക്കുന്ന അതേ രുചിയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ 250 ഗ്രാം മത്തി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിന് ഞാനിതിങ്ങനെ കത്തി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. മീനിൻ്റെ രണ്ട് സൈഡും നമുക്ക് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. അങ്ങനെ മീനിന് രണ്ട് വശം വരഞ്ഞ് ഇതെല്ലാം മീനും ഞാൻ വരഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 12ഓളം ചെറുള്ളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി സ്ലൈസായി കിട്ടിയത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തണ്ട് കറുവപ്പലയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളതിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ അതിൽ ചേർത്തിയിട്ടില്ല എന്ന് മാത്രം. ഓക്കെ, നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചാണ്, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പകുതി ചെറുനാരങ്ങ നീരും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുകയാണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാൻ അത്രയും കുഴമ്പ് രൂപത്തിലാണ് ഞാൻ മസാല റെഡിയാക്കുന്നത്. അതുകൊണ്ട് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. ഞാൻ ഈ ചെറുനാരങ്ങയുടെ നീര് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി നല്ലപോലെ ഒന്ന് അരച്ചിട്ട് വരാം. കണ്ടോ, അരച്ച് നല്ല പാകപ്പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല നമുക്ക് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് മത്തിനെ നമുക്ക് ഓരോന്നോരോന്നായി എടുത്ത് മസാല നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്തും വരഞ്ഞു കൊടുത്ത ഭാഗത്തെല്ലാം നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണ്. പലർക്കും അറിയാവുന്നതായിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, എല്ലാ മീനും നമുക്കിതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ നമ്മളിതാ എല്ലാ മീനും ഇതുപോലെ നല്ലപോലെ ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിൽ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ട്, അതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടായ ശേഷം അതിലേക്ക് കറുവപ്പല ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മത്തികൾ ഓരോന്നോരോന്നായിട്ട് പാനിലേക്ക് ഒന്ന് നിരത്തി വയ്ക്കാം. ഈ സമയം തീ ഞാനിവിടെ ഒരു ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കിതെല്ലാം ഒന്ന് നിരത്തി കഴിഞ്ഞ ശേഷം ഞാനൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുന്നുണ്ട്. ഓക്കെ, വേണ്ടോ, ഇനി ഞാൻ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുന്നുണ്ട്. പതുക്കെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഒരു ഭാഗം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയ ശേഷം നമുക്കതൊന്ന് പതുക്കെ ഒന്ന് മറിച്ചിടാം. ഇനി വീട്ടിൽ മത്തി മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അപാര രുചിയാണ്. ഈ സമയത്ത് നല്ല മണമാണ് ഇവിടെ, ഒരു രക്ഷയില്ല. അങ്ങനെ വേണ്ട, നല്ല മത്തികളൊക്കെ നല്ല പോലെ മുരിഞ്ഞ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ഭാഗം. കണ്ടോ, നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അങ്ങനെ നമ്മൾ മത്തിയെല്ലാം ഒരു ഭാഗം നല്ല പോലെ ഒന്ന് ആയിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം മറച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മത്തിയുടെ മറുഭാഗം കൂടി ഒന്ന് വെന്ത് ഫ്രൈ ആവണ വരയ്ക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ എളുപ്പത്തിനും ടേസ്റ്റി ആയിട്ട് നാടൻ രീതിയിലുള്ള മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഇതുണ്ടാക്കാൻ. ഇതുപോലുള്ള ഈസി റെസിപ്പികൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കല്ലേ. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.